ഹായ് എരിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂളൊക്കെ തുറക്കാറായതുകൊണ്ട് തന്നെ ഒരു ബാക്ക് ടു സ്കൂൾ ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചാനൽ തുടങ്ങിയിട്ട് ഇത് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ മുമ്പത്തെ കൊല്ലത്തെ ബാഗ് തന്നെയാണ്. അതിനൊരു കേടുപാടുമില്ല, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഈ ബാഗ് എന്ന് പറയുന്നത് കാറ്ററിൻ്റെ ആണ് കേട്ടോ. മുമ്പൊക്കെ ഞാൻ കിറ്റസ് സ്കൂബിയുടെ അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. ഇപ്രാവശ്യം ഞാൻ വെറൈറ്റിക്ക് കാറ്ററിൻ്റെ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മുമ്പിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞൊരു കള്ളിയുണ്ട്, പിന്നെ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ ഒരു കള്ളിയുണ്ട്. കാരണം എനിക്ക് ഇത്രയും കള്ളീൻ്റെ ആവശ്യമില്ല, ഒന്നോ രണ്ടോ കള്ളിയൊക്കെ വെറുതെ കിടക്കുമായിരിക്കും. എന്നാലും സ്കൂൾ തുറക്കുന്ന ടൈമിൽ കുറേ വേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ മാത്രം. വേസ്റ്റ് ഇടാനായിട്ടൊരു കള്ളിയുണ്ട്. അപ്പം ഇതാ ഇത്ര കള്ളിയുണ്ട്, പിന്നെ രണ്ട് വലിയ കള്ളിയും ഉണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ അറിയാണ്ട് വെച്ച ബുക്കാണ്. അപ്പം ഇതാണ് ഞാൻ ഇപ്രാവശ്യം യൂസ് ചെയ്യാൻ പോകുന്ന ബാഗ് എന്ന് പറയുന്നത്. അപ്പം ഇത് നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്. ഈ കാറ്ററിൻ്റെ ബാഗ് നല്ല ക്വാളിറ്റിയാണ്. ഇപ്പം ഞാൻ പ്രൊമോഷനായിട്ട് ചെയ്യണതല്ല, അല്ലാണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട്. നല്ലൊരു ഷൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന്. പിന്നെ സൈഡിൽ ഇതുപോലത്തെ രണ്ട് കള്ളിയുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പെൻസിൽ ബോക്സ് തന്നെ ഐശ്വര്യമായിട്ട് പാക്ക് ചെയ്യാം. അപ്പം ഇത് ഒരു സ്കുഷീൻ്റെ തീമിൽ വരുന്നതാണ് കേട്ടോ. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ എന്തായാലും നല്ല നോയ്സ് ഉണ്ടാവും. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് രാത്രിയാണ് കേട്ടോ. അപ്പം ഇതാണ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സൈഡിൽ ഉണ്ണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ബോക്സും അല്ല പൗച്ചും അല്ല, അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് ആദ്യം വെച്ച് കൊടുക്കുന്നത് നമ്മുടെ സ്കെയിലാണ്. അപ്പോൾ ഞാനിത് അതിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നത് രണ്ട് പെന്നാണ്. ഇത് എന്തോ ഓഷ്യൻ ജെൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ രണ്ട് പേനയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെയായിട്ട് ഞാൻ ബ്ലൂ ഇങ്ക് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ആദ്യമായിട്ടാണ് ഞാൻ ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്യണത്. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് പേന വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത് പെൻസിലാണ് കേട്ടോ. അപ്പോൾ വലിയ ക്ലാസ്സിലോട്ടായ കാരണം ഞാനൊരു പെൻസിലാണ് ഞാൻ വെക്കുന്നുള്ളൂ. പിന്നെ ഞാൻ വെക്കുന്നത് ഒരു പെൻസിൽ ടോപ്പറാണ് കേട്ടോ. ഇത് ഞാൻ തന്നെ ക്രോഷ്യ കൊണ്ടുണ്ടാക്കിയ പെൻസിൽ ടോപ്പറാണ്. കാരണം ബോക്സിൻ്റെ അല്ലെങ്കിൽ പൗച്ചിൻ്റെ ഉൾഭാഗം ഒരു വൈറ്റ് കളറായ കാരണം പെട്ടെന്ന് ചളിയാവും. അപ്പോൾ ഞാൻ ഇതാണ് വെച്ച് കൊടുക്കുന്നത്. അത് ഞാൻ കയറ്റി വെച്ച് അത് കഴിഞ്ഞാൽ ഞാൻ വെക്കുന്നത് നമ്മുടെ റബ്ബറാണ്. അപ്പം ഞാൻ പെൻസിൽ എത്ര നോക്കിയിട്ടും കയറുന്നുണ്ടായിരുന്നില്ല. ഈ ദിവസമാണ് ഞാനൊരു വിധത്തിൽ അത് കയറ്റി. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഒരു റബ്ബറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം 3 റബ്ബറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്, ഒരു പെൻസിലിൻ്റെ ഷേപ്പിൽ വരുന്നത്. അല്ല, ഞാൻ വെച്ച് കൊടുക്കുന്നത് പേനയാണ് കേട്ടോ, ഞാൻ തെറ്റി പറഞ്ഞതാണ്. അപ്പോൾ പേന ഞാനൊരു ബ്ലൂ ഇങ്ക് കയ്യെ കരുതുന്ന വേറെ കൊണ്ട് തന്നെ നെയിം സ്ലിപ്പ് ഞാൻ ബ്ലൂ ആണ് ചെയ്യുന്നത്. അപ്പം ഇൻ കേസ് വല്ല നെയിം സ്ലിപ്പിൽ പേര് എഴുതാൻ പറ്റാണ്ടിരുന്നു കഴിഞ്ഞാൽ സ്കൂളിൽ ചെന്ന് പേര് എഴുതാനാണ് കേട്ടോ, ഫസ്റ്റ് ഡേ ആയ കാരണം. അപ്പം അത് കഴിഞ്ഞ് ഞാൻ വെക്കുന്നത് റബ്ബറാണ്. റബ്ബർ 3 ഷെയ്ഡിൽ വരണതുണ്ട്, പർപ്പിളും പിന്നെ ഒരു ഗ്രീനും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് ആ പെൻസിലിൻ്റെ ഷേപ്പിലുള്ള റബ്ബർ. അപ്പം ഒരു പെൻസിൽ ഉപയോഗിക്കുന്ന കാരണം ഈ ഒരു കൊല്ലത്തേക്ക്, ഇനി അടുത്ത കൊല്ലത്തേക്ക് റബ്ബർ തന്നെ ഉപയോഗിക്കാനുള്ളതുണ്ടാവും, കാരണം ഞാൻ അത്രേ ഉപയോഗിക്കുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞാൽ വെച്ച് കൊടുക്കുന്നത് ഒരു പിങ്ക് കളർ പേസ്റ്റൽ ഹൈലൈറ്ററാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ പേസ്റ്റൽ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. പക്ഷേ ഫസ്റ്റ് ഡേ കാരണം അങ്ങനെ ടെക്സ്റ്റ് ബുക്കിലൊന്നും മാർക്ക് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. നമ്മൾ ആകെപ്പാടെ ഒരു റഫ് പോലത്തെ ഒരു നോട്ട് മാത്രം കയ്യിൽ കരുതിയാൽ മതി കേട്ടോ. അപ്പം ഞാനിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ചാടിപ്പോയിട്ട്, അപ്പോൾ അങ്ങനെ വെക്കാനുള്ള ഒരു കള്ളിയില്ല. അപ്പോൾ ഞാനത് ഇങ്ങനെ വെറുതെ വെച്ച് കൊടുത്തിട്ട് ഞാൻ സിബ് ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഭയങ്കര ഹൈറ്റുള്ള കാരണം ഇങ്ങനെ തട്ടായിട്ട് വെക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം ഇത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 160 എങ്ങാണ്ടാണ്. അപ്പം ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് എന്ന് പറയുന്നത് 200 അപ്പോൾ എനിക്ക് സ്മാർട്ട് ബസാറിൽ നിന്ന് ഓഫറിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അനിയത്തിക്ക് ഇടയ്ക്കിടയ്ക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബുക്ക് വെക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ 2 സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ജുമോട്ടിൽ നിന്ന് വാങ്ങിയതാണ്, തൃശ്ശൂരുള്ളത് കേട്ടോ. അപ്പം ഇതിൻ്റെ പേജസൊക്കെ നല്ല പേജസാണ്, നല്ല ക്വാളിറ്റിയുള്ള ബുക്ക് തന്നെയാണ് കേട്ടോ. അപ്പം ഇതുപോലത്തെ 2 സ്റ്റാറിൻ്റെയും മുണ്ടി സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നു, അത് പറഞ്ഞു പോയി. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ടവൽ വെക്കുന്നുണ്ട്, വലിയ ടവൽ. സാധാരണ ഞാൻ കുഞ്ഞ് ഹാൻഡ് കർച്ചീഫ് ഞാൻ വെക്കാറുണ്ട്, അതല്ലാണ്ട് ഞാൻ കുറച്ച് വലിയ ടവൽ ഞാൻ വെക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഞാൻ വേറൊരു കളർ ഹൈലൈറ്റും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, പൗച്ചിൽ സ്ഥലമില്ലാത്ത കാരണം. അപ്പം ഇതാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇത് രണ്ടെണ്ണം കൂടിയിട്ടാണ് ഞാൻ ഒരു കുഞ്ഞ് കള്ളിയിൽ വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതിൻ്റെ ഒപ്പം അല്ലാണ്ട് വെക്കുന്നത് ഈ കട്ടറാണ് കേട്ടോ. കാരണം ഈ കട്ടർ ബോക്സിൽ കൊള്ളുന്നില്ല, അപ്പം ഞാനിത് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ച് കഴിഞ്ഞാൽ കട്ടർ വരും, അപ്പോൾ വീണ്ടും തിരിച്ച് കഴിഞ്ഞാൽ ഇത് കട്ടർ മായും കിട്ടും. അപ്പം ഞാനിതുപോലത്തെ ഒരു കവർ സ്റ്റിക്കറൊക്കെ ഷുഗറിന് ഇതിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ തുറക്കാനൊക്കെ പറ്റും കേട്ടോ. ഈ തുറന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലിടാം. പ്രാവശ്യം ഞാൻ കട്ടറും റബ്ബറും ഒരുമിച്ചുള്ള മോഡൽ വാങ്ങിയതിൽ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിയത്. പുറത്തുനിന്ന് അങ്ങനത്തെയുള്ള മോഡൽ ഞാനവിടെ കണ്ടുമില്ല. അപ്പം ഇനി നമുക്ക് ബാഗിൻ്റെ ഉള്ളിലോട്ട് സാധനങ്ങളെല്ലാം വയ്ക്കാം. അപ്പം ഞാൻ ഫസ്റ്റത്തെ കള്ളിയിൽ തന്നെ ഞാൻ ആ ഒരു ടവലും ഹൈലൈറ്ററും കൂടിയിട്ടാണ് വെക്കുന്നത് കേട്ടോ.
അപ്പം ഇനി ഞാൻ വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ് അതൊക്കെ വെക്കും. അപ്പം അത് ഞാനിപ്പോൾ തന്നെ വെക്കുന്നില്ല, നമുക്ക് ആ ടൈമിലല്ലേ വെക്കണ്ടോ. ഇനി സ്കൂൾ തുറക്കാനായിട്ട് 3-4 ദിവസം കൂടി ഉണ്ട്. അപ്പോൾ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കാരണം മാത്രമാണ് ഞാൻ ഈ ബാഗ് ഇപ്പോൾ പാക്ക് ചെയ്തത്. അപ്പം ഞാൻ ടവൽ മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതുപോലത്തെ ടവൽ ചില സമയത്തൊക്കെ എടുക്കാറുണ്ട്. ചില സമയത്ത് ഭയങ്കര ആസ്തറ്റിക് ആയിട്ടുള്ള ടവലാണ് ഞാൻ എടുക്കാറുള്ളത്. ഇപ്പോൾ സാധാ യൂസിനായാണ് ഞാനിങ്ങനെ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹൈലൈറ്റർ അവിടെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സിബ് ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് സിബിൽ ഞാൻ പൗച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് രണ്ടാമത്തെ സിബാണ് കേട്ടോ. അപ്പം ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത് പൗച്ചാണ് കേട്ടോ. അപ്പം നമ്മുടെ പൗച്ചിനുള്ള സ്ഥലം ഇതിൻ്റെ ഉള്ളിലുണ്ട്. പൗച്ചിൻ്റെ ഒപ്പം തന്നെ ഞാൻ കട്ടർ വെച്ച് കൊടുക്കുന്നുണ്ട്. കട്ടർ ഞാൻ മുമ്പിൽ വയ്ക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ് എങ്ങാനും നമ്മൾ ബെഞ്ച് വയ്ക്കുന്ന സമയത്ത് നിലത്ത് വീണ സമയത്ത് കട്ടർ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എൻ്റെ കട്ടർ അങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അനുഭവം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് ബാഗിൻ്റെ രണ്ടാമത്തെ കള്ളിയിൽ വെക്കണത് കേട്ടോ. ഇപ്പോൾ ലൂസായിട്ടുള്ളതിൽ ഇട്ടാലും കുഴപ്പം തന്നെയാണ്, അതങ്ങനെ പൊട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ളത് നോക്കിയിട്ട് ആ ഒരു കള്ളീൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് ഞാൻ അടുത്ത കള്ളിയിൽ ഞാൻ വാട്ടർ ബോട്ടിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ അതിങ്ങനെ ലൂസായിട്ട് പോവുകയാണെങ്കിൽ ഞാൻ ആ കള്ളിയിലൊന്നും വെക്കില്ല. വല്ല ഡയറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ വെക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ആ സിബ്, മൂന്നാമത്തെ സിബ് ക്ലോസ് ചെയ്തിട്ട് നാലാമത്തെ സിബിൽ വിട്ടിട്ട് പിന്നെ അഞ്ചാമത്തെ സിബിലാണ് ഞാൻ എൻ്റെ റഫ് ബുക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ബാക്ക് പാക്കിംഗ് ഒക്കെ സെറ്റായി. ഇനി ആ ടൈമിൽ വെള്ളം കുപ്പി പിന്നെ ലഞ്ച് ബോക്സ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. ഇതുപോലത്തെ തന്നെ എപ്പിസോഡ്, ഇത് എപ്പിസോഡ് 4 ആണ്. ഇനി എപ്പിസോഡ് 5 വരാൻ പോകുന്നുള്ളൂ കേട്ടോ. അത് നമ്മൾ സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും.